Hi friends, welcome to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫിഷ് ബിരിയാണിയാണ്. ഫിഷ് ദം ബിരിയാണി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു കിലോ ഫിഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫിഷ് നമുക്കൊന്ന് മസാല തേക്കണം. അപ്പം അതിനായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ലെമൺ ജ്യൂസ് എന്നിവ നന്നായി മിക്സ് ചെയ്ത് മീനിൽ തേച്ച് ഒരു അരമണിക്കൂർ വെക്കണം. ഫിഷ് നമ്മൾ മസാല തേച്ച് റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരമണിക്കൂർ ടൈമുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റൈസ് ഉണ്ടാക്കാനുള്ള അരി ആദ്യം തന്നെ ഞാൻ കഴുകി വെള്ളം വാർക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാമ്പു, ജാതി, പട്ട, ഇലകളൊക്കെ ചേർത്ത് കുറച്ച് നെയ്യും കുറച്ച് ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് റൈസ് ഒരു 70% വെന്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വെള്ളം വാർക്കാൻ വെക്കുക. റൈസ് ഒരു 70% വെന്ത് കഴിഞ്ഞിട്ട് നമ്മളത് വെള്ളം വാർക്കാൻ വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് മസാല തേച്ച് വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫിഷ് ഒരു 60% വേവുന്നത് വരെ രണ്ട് ഭാഗവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക.
ഫിഷ് ഫ്രൈ ചെയ്ത അതേ പാനിലേക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ട് ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളി വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി ഏകദേശം പകുതി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും കൂടി ചേർത്ത് അരച്ച മിക്സാണിത്. ഇത് തക്കാളി ഏകദേശം വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ബ്ലാക്ക് പെപ്പർ എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, അരക്കപ്പ് തേങ്ങാപ്പാൽ, കുറച്ച് മല്ലി, പുതിന ഇല എന്നിവ കൂടി ഇതിലേക്ക് ചേർത്താൽ ഏകദേശം മസാലയുടെ എല്ലാ മിക്സിങ്ങും കഴിഞ്ഞു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആവാതെ നോക്കണം. പിന്നെ ഫുള്ളായിട്ട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു സെമി ഗ്രേവി ടൈപ്പിൽ ആയിരിക്കണം ഈ മസാല ഉണ്ടാവേണ്ടത്. കാരണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷ് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഫിഷെല്ലാം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് ഫിഷ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ മസാല മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഈ മീനും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ദമ്മ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ്, ഇത് റൈസ് ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് മുകളിൽ ഫസ്റ്റ് ലെയർ റൈസ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി പാലിൽ മിക്സ് ചെയ്ത
കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ നമ്മൾ മസാലയാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം മസാലയിലുള്ള ഫിഷെല്ലാം എടുത്തിട്ട് റൈസിന് മുകളിൽ വെക്കണം. അതിന് മുകളിൽ കുറച്ച് മല്ലി, പുതിന എല്ലാം അരിഞ്ഞ് വെച്ചത് കുറച്ച് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ബാക്കി പാനിൽ വന്നിട്ടുള്ള ബാക്കി വരുന്ന മസാല ഫുള്ളായിട്ട് എടുത്തിട്ട് ഈ ഫിഷിന് മുകളിലെ ഫുള്ളായിട്ട് എത്ര ബാക്കിയുണ്ട് അത് ഫുള്ളായിട്ട് ബാക്കിയുള്ള റൈസ് ഈ മസാലയുടെ അത് മൂന്നാമത്തെ ലെയറായിട്ട് ഈ മസാലയുടെ മുകളിൽ ബാക്കി വരുന്ന ഫുള്ളായിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. മുകളിലത്തെ ലെയറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പാലും മിക്സ് ചെയ്ത് ഇത് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ചൊരു ഗരം മസാല ഒന്ന് മേലൊന്ന് വിതറി കൊടുക്കുക. ഇതിന് മുകളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന പോലെ ഉള്ളി വറുത്തിട്ട് ചില ആളുകളിടും, കിസ്മിസ് ഉള്ളിയെല്ലാം വറുത്തിട്ടിടും. അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ പിന്നെ കളറിന് മഞ്ഞൾപ്പൊടി പാലും കൂടി മിക്സ് ചെയ്ത് ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ പാത്രം നന്നായിട്ട് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യണം. എയർ തീരെ പുറത്തേക്ക് പോവാത്ത രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിലേക്ക് വെക്കുകയാണ്. ദമ്മ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് തീ കൊടുക്കാറില്ല. താഴെ ഒരു ഡയറക്റ്റ് തീനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു പാത്രം എന്തെങ്കിലുമൊക്കെ ഒരു തട്ട് വെച്ചിട്ട് അതിന് മുകളിലാണ് നമ്മൾ ബിരിയാണിയുടെ ഇത് ചെമ്പ് വെക്കാറ്. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 15-20 മിനിറ്റ് ദമ്മിൽ വെക്കാറുണ്ട്. ഇത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ മറ്റേ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മാതിരിയല്ല, കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടെടുക്കണം. മുകളിൽ നിന്ന് കുറച്ച് റൈസ് എടുത്ത് മാറ്റിയിട്ട് മീൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് മസാലയും റൈസും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം നന്നായിട്ട്. കാരണം ഇതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട് വരുന്നത് ഈ മിക്സിങ്ങിലാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. താല്പര്യമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വിഭവമായി വരുന്നതുവരേക്കും ബൈ.